വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി. വചനം ദൈവത്തിൻ വചനം. വചനം ദൈവത്തിൻ വചനം. അതൊക്കെ ശരിയാ. അത് ഞാൻ ഏറ്റു. ഓക്കെ. അത് ഞാൻ ശരിയാക്കി തന്നേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, വൈകിട്ടൊന്ന് നേരിട്ട് കാണാം. 5 മണി. എത്തിയേക്കാം. ഓക്കെ, ശരി എന്നാ. ബേബി, ഇതാര്? ലോറൻസ് ചേട്ടനോ? എന്താട്ടാ നീ ഇത് എവിടെയാടാ? നിന്നിപ്പോ കാണാറേ ഇല്ലല്ലോ. എന്ത് ചെയ്യാനാ ലോറൻസ് ചേട്ടാ? ഇത് തന്നെയാ എല്ലാവരുടെയും പരാതി. പക്ഷെ എങ്ങനെയാണെന്നേ, തിരക്കൊഴിഞ്ഞിട്ട് നേരം കിട്ടണ്ടേ. ഞാൻ മാരേജ് കൂടെ തുടങ്ങിയ പിന്നെ നിന്നിരിയാൻ പോലും നേരമില്ലാണ്ടായി. ഓ, എന്തായാലും നീ ഒന്ന് രക്ഷപ്പെട്ട് കണ്ടല്ലോ, സന്തോഷം. അതെന്താ ലോറൻസ് ചേട്ടാ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞേ? ഞാൻ എവിടെയും കൊള്ളിച്ചു പറഞ്ഞതല്ല, നീ നന്നായി കണ്ടതിലുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞു. പിന്നെ ഈ തിരക്കിനിടയില് ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഓർക്കാതെ പിന്നെ. എന്റെ ലോറൻസ് ചേട്ടാ, അത് ഞാൻ ഏറ്റ കാര്യമല്ലേ? അല്ല, പിന്നെ നീ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്ന് പറഞ്ഞ ചേട്ടാ, ഇതൊക്കെ അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നടത്തേണ്ട കാര്യമാണോ? ഒരുപാട് അന്വേഷിച്ചിട്ടൊക്കെ വേണ്ടേ? ചേട്ടന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും നല്ലൊരു പയ്യനെ തന്നെ വേണ്ടേ നമുക്ക്? പിന്നെ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ കൊടുക്കാനില്ലാതെ ആരക്കിട്ടാണേ ചേട്ടാ? അല്ല, എന്റെ വീടും സ്ഥലവും. എന്റെ ചേട്ടാ, ആ സ്ഥലത്തിനൊക്കെ ഇപ്പൊ എന്ത് കിട്ടാനാ? പോരാത്തതിന് ഈ പെണ്ണിന്റെ താഴെ വേറെ 2 പേരും കൂടി ഇല്ലേ? നീ എങ്ങനെയെങ്കിലും നല്ലൊരു ബന്ധം ഉണ്ടാക്കി തരണം ബേബി. ഈ ഡിമാൻഡൊക്കെ സമ്മതിക്കുന്ന ഒരു ചെറുക്കൻ വരട്ടെ, നമുക്ക് റെഡിയാക്കാം. അങ്ങനെ ഒത്തുവരുമ്പോ അതിന്റേതായ ഉത്തരവാദിത്വത്തോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും ഈ കല്യാണം ഞാൻ തന്നെ നടത്തിത്തരും. എന്താ പോരെ? എന്നാലും എല്ലാം ഒന്ന് പെട്ടെന്നായാ നന്ന്. ഞാൻ ഏറ്റിയേട്ടാ. എന്തൊക്കെയുണ്ട് ക്ലീറ്റ് ചേട്ടാ? ഇതെന്താ രണ്ടുപേരും കൂടി കാര്യമായിട്ടൊരു ചർച്ച? അല്ല, റാണിമോൾക്കൊരു കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചു. ക്ലീറ്റസ് എവിടേക്കാ? ഞാൻ ഒന്ന് പഞ്ചായത്ത് വരെ പോയതാ. പിന്നെ ബേബി, റാണിമോളുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അതെന്താ? റാണിമോൾക്ക് കല്യാണം ആലോചിക്കുമ്പോ ഏതെങ്കിലും ഒരു ചെറുക്കൻ പോരാ, നല്ലൊരു പയ്യൻ തന്നെ വേണം. അത് പിന്നെ ഞാൻ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ ക്ലീറ്റ് ചേട്ടാ. ലോറൻസ് ചേട്ടന്റെ മോളുടെ കാര്യത്തിലാവുമ്പോ പ്രത്യേകിച്ച്. എന്നിട്ട് ആലോചന എവിടെ വരെയായി? വല്ലതും ഉറപ്പിക്കാറായോ? ആലോചന നടക്കുന്നേ ഉള്ളൂ. കേട്ടോ ബേബി, വലിയ മാടാകൂടിയൊന്നും ഇല്ലെങ്കിലും നല്ല സ്വഭാവശുദ്ധിയുള്ള പയ്യനായിരിക്കണം. അത് തന്നെ. ഇനിയിപ്പോ സമ്പത്തിന് അല്പം കുറവുണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ മോക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കണം. അത്രേ ഉള്ളൂ. എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരുത്തനായിരിക്കണം. തങ്കം പോലെ നോക്കുന്നൊരു പയ്യനെ ഞാൻ കൊണ്ടുതരും. ഇനി ഇപ്പൊ ഈ കാര്യം നടത്തി കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു കാര്യമുള്ളൂ. പോരെ? ലോറൻസ് ചേട്ടൻ സന്തോഷമായിട്ടില്ലേ? എങ്കിൽ ശരി. എന്തെങ്കിലും ആവുകയാണെങ്കിൽ നീ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ 2 ദിവസത്തിനുള്ളിൽ വിളിച്ചിരിക്കുന്നേ. ശരി എന്നാ. ഓ ശരി, വരട്ടെ ക്ലീറ്റസ്. ഓ ശരി ശരി. പിന്നെ എല്ലാവർക്കും നല്ലൊരു ബന്ധം വേണം. കിട്ടും, പക്ഷെ എണ്ണി കൊടുക്കണ്ടേ? അതില്ല. എന്തായാലും നിങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ കണ്ടു നന്നായി. എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്തു ചേട്ടാ? ചേട്ടന്റെ മോന് പെണ്ണു നോക്കണോ? വേണമെങ്കിൽ പറഞ്ഞോ. ആ കാര്യം നടത്തി കഴിഞ്ഞിട്ട് ഇനി വേറൊരു കാര്യമുള്ളൂ. അല്ല, മോനിപ്പോ ബാംഗ്ലൂർ വർക്ക് ചെയ്യല്ലേ? അതെ.
നീ എന്റെ മോന് വേണ്ടി കാര്യമൊന്നും ഉണ്ടാക്കണ്ട, അത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ഇത് വേറൊരു കാര്യമാണ്. അതെന്ത് കാര്യം ഏട്ടാ? ആ, നീ വണ്ടി എടുത്തോണ്ട് എന്റെ പുറകെ വാ, ബാക്കിയൊക്കെ പറയാം. ഓക്കെ? നീ എന്തുട്ട് എത്ര ആലോചിക്കാൻ? അല്ല ഏട്ടാ, ഞാൻ ആലോചിക്കുന്ന അവിടെ നിൽക്കട്ടെ. ചേട്ടൻ പറഞ്ഞ പോലെ ആ കുടുംബം കുളമാക്കാൻ പറ്റിയ രീതിയിലുള്ള ചെറുക്കൻ എന്റെ കയ്യിലുണ്ട്. ആ ലോറൻസ് ചേട്ടനോട് പറഞ്ഞ് അയാളെ മൂത്ത മോളെ നമുക്ക് ഈ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം. ഒരു 1.5 മാസത്തിനുള്ളിൽ രണ്ടും അടിച്ച് പിരിയുകയും ചെയ്യും. ചേട്ടന്റെ ആഗ്രഹം പോലെ ലോറൻസ് ചേട്ടനോടും പുള്ളിയുടെ മോളോടും പ്രതികാരം ചെയ്യുകയും ചെയ്യാം. ആലോചിക്കുമ്പോ ഇതൽപ്പം കടന്ന കൈയല്ലേ? ആണ്. ലോറൻസ് ചേട്ടനോടും കുടുംബത്തോടും എനിക്കൊരു വൈരാഗ്യം ഇല്ലാത്ത നിലയ്ക്ക് ഞാനിതൊക്കെ ചേട്ടന് വേണ്ടി ചെയ്യുമ്പോ എനിക്കെന്താ ഗുണമെന്ന് കൂടി ഞാൻ ആലോചിക്കണ്ടേ? അല്ല ചേട്ടൻ പറയും. വേണം വേണം, ആലോചിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതില്ല, നീ അതിനെപ്പറ്റി ആലോചിക്കണം, അതേ ആലോചിക്കാൻ പാടുള്ളൂ. എന്താ വേണ്ടതെന്ന് അത് ഞാൻ മനസ്സറിഞ്ഞ് നിനക്ക് തരില്ലേ? എങ്കിൽ പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ദേ, ചേട്ടൻ മനസ്സറിഞ്ഞ് തന്ന ഇത് ഞാൻ മനസ്സറിഞ്ഞ് തന്നെ ചെയ്യും. എന്നെ സംബന്ധിച്ച് എത്രയോ കല്യാണങ്ങളും സ്ഥലക്കച്ചവടങ്ങളും വീട് കച്ചവടങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു. എല്ലാം നല്ലതായി തീരോ? ഇല്ല. ചിലത് നഷ്ടം വരും, ചിലത് ലാഭം വരും, കല്യാണങ്ങളിൽ ചിലത് കുളമാവും. അങ്ങനെ ഒന്നായിട്ടേ ഞാൻ ഇതിനെയും കാണുന്നുള്ളൂ. എന്താ? അത്രേ ഉള്ളൂ. എന്നാലും ചേട്ടനെ സമ്മതിക്കണം, ആ പാവൻ ലോറൻസ് ചേട്ടനോട് ഇത്രയും വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടല്ലേ നേരത്തെ അങ്ങേരോട് അത്രയും സ്നേഹത്തിൽ ചേട്ടൻ സംസാരിച്ച്. അത്രയ്ക്ക് എന്നെ ദ്രോഹിച്ചിട്ടുണ്ടാ ഈ പറഞ്ഞ എന്റെ പാവൻ ലോറൻസ് ചേട്ടൻ. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? പ്രശ്നം എന്താണെന്നോ? എന്നോട് അവൻ ചെയ്ത ചെയ്തറിഞ്ഞ നീ ഒന്നും വാങ്ങിക്കാതെ തന്നെ നീ ഇതെനിക്ക് ചെയ്തു തരും. അങ്ങനെ ഒന്നും ഉണ്ടാവുന്ന ചേട്ടൻ വിചാരിക്കണ്ട. എനിക്കറിയാമടാ. ഇനി നീ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഞാൻ തരാതിരിക്കോ? ഇല്ല. ഞാൻ തൃപ്തനാണോ? എന്നെ സഹായിക്കുന്നവരും തൃപ്തരായിരിക്കണം. അതെന്റെ ഒരു പോളിസിയാ. ഇത് തന്നെയാട്ടെ എന്റെയും പോളിസി. കിട്ടുന്ന പ്രതിഫലത്തിനനുസരിച്ച് അതിലും മുകളില് അതിലും കൂടുതൽ അധ്വാനിക്കും ഞാൻ. എന്നെയും എന്റെ കുടുംബത്തെയും ഈ ലോറൻസും മോളും കുറച്ചൊന്നുമല്ല നാണം കെടുത്തിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയില്ലേ. എന്റെ മോന്റെ അമേരിക്കൻ ജോലി പോലും ഈ കേസ് കാരണം പോയില്ലേ. അല്ലെങ്കിൽ അവൻ ഇന്ന് ബാംഗ്ലൂർ ആ തുക്കട കമ്പനി കിടന്ന് വർക്ക് ചെയ്യേണ്ടി വരുമായിരുന്നോ? അല്ല നീ പറയേ. അല്ല അതിപ്പോ ഞാനെന്ത് പറയാനാ? പക്ഷെ ചേട്ടാ, ഞാൻ അറിഞ്ഞതേ ചേട്ടന്റെ മോന പെണ്ണിനെ എന്നും വഴി തടഞ്ഞു നിർത്തി ശല്യം ചെയ്യുമായിരുന്നെന്നാണല്ലോ. അല്ല, അങ്ങനെ ഒരു കേസ് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. എടാ, ആൾക്കാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത? വായി കിടക്കണ എല്ലില്ലാത്ത നാക്കല്ലേ, അതുകൊണ്ട് വളവുള പറയാൻ പാടില്ലാത്ത ആർക്കാ? പിന്നെ ഈ ചെറുപ്പക്കാരൊക്കെ ആവുമ്പോ അല്പസ്വല്പം കുസൃതിയൊക്കെ കാണില്ലേ? ഇതിനെ അങ്ങനെ കാണുന്നതിന് പകരം മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ദുഷ്ടൻ ലോറൻസ് പോലീസിൽ കൊണ്ടേ കേസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചേട്ടന്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചേട്ടന്റെ ഈ നീർന്ന മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ചേട്ടന്റെ കൂടെ ഞാനുണ്ട്. അതുപോലെ എങ്കിൽ എത്രയും വേഗം ആ പയ്യനെ കൊണ്ട് ആ കുരുത്തം കെട്ടവളെ കെട്ടിക്ക്. എന്നിട്ട് പെണ്ണിന്റെ സ്വഭാവ ദൂഷ്യം പറഞ്ഞ് എത്രയും വേഗം ആ പെണ്ണിനെ ഉപേക്ഷിക്കാൻ നിന്റെ ചെറുക്കനോട് പറയും. നിനക്ക് വേണ്ടത് ഞാൻ മനസ്സറിഞ്ഞ് തന്നിരിക്കും. എന്റെ ചേട്ടാ, ഞാൻ ഇതിന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് കണ്ട് ഇന്ന് മുതൽ അങ്ങോട്ട് ആരംഭിക്കല്ലേ. ഇത് ലോറൻസ് ചേട്ടന്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് വിവാഹ ജീവിതം കലങ്ങി കൊള ഒന്നെടുത്തേ അവസാനിക്കുള്ളൂ. പോരെ? നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു.
ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6-ാം അധ്യായം 45-ാം വാക്യം. എന്റെ ചേട്ടനെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവൂ? എടാ, നീ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തിരക്കിയാ മതിയാ, ഞാൻ ഉള്ളടത്ത് വന്ന് തിരക്കണ്ടേ? ചേട്ടൻ എവിടെ ഉള്ളോന്ന് അറിയാത്തോണ്ടല്ലേ ഞാൻ ചേട്ടനെ അന്വേഷിച്ചു നടന്നത്. ഞാൻ എവിടെയാ ഉള്ളതെന്ന് അറിയണമെങ്കിൽ നീ എന്നോട് ചോദിക്കണം ഞാൻ എവിടെയാ ഉള്ളതെന്ന്. അതിന് ചേട്ടനെ വിളിച്ചു ചോദിക്കാൻ എന്റെ കയ്യിൽ ചേട്ടന്റെ നമ്പറില്ലല്ലോ. അപ്പൊ പിന്നെ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് ചേട്ടനോട് ചോദിക്കാൻ പറ്റുള്ളൂ. എടാ, അതല്ലടാ പൊട്ടാ ഞാൻ പറഞ്ഞത്. എന്നെ കാണണമെങ്കിൽ ഞാൻ ഉള്ളടത്ത് നോക്കണോന്ന്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പൊ കണ്ടില്ലേ, അത് മതി. അത് മതിയാ? ഇതായിരുന്ന കാര്യം. പോവല്ലേ, ഞാൻ കാര്യം പറയാൻ വന്നതല്ലേ. എന്ത് കാര്യം? ചേട്ടന് എത്ര വയസ്സായി? എന്തിനാ സ്കൂളിൽ ചേർക്കാനാ? എന്റെ ചേട്ടാ അതല്ലെന്ന്. ചേട്ടൻ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? പിന്നല്ലാതെ. ഒരു പെണ്ണൊക്കെ കിട്ടണ്ടേ? ആണോ? ഞാൻ അറിഞ്ഞു നീ എന്തോ 3-ാം പണിയോ ബ്രോക്കർ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന്. മൂന്നാൻ ബ്രോക്കർ എന്നൊക്കെ പറഞ്ഞേ വെറുതെ തൊഴിലിനെ വില കുറച്ച് കാണല്ലേട്ടാ. എന്താന്ന്? എന്റെ ചേട്ടാ, ഞാൻ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണ് മാരേജ് കൺസൾട്ടിംഗ് ബ്യൂറോ. എല്ലാവിധ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് കല്യാണങ്ങൾ വരെ അന്തസ്സായിട്ട് നടത്തി കൊടുക്കും. അതുകൊണ്ടല്ലേ ചേട്ടന്റെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. എടാ, നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇതല്ലേ ഇപ്പൊ എന്റെ പണി. എന്നാൽ ആ പണിയും കൊണ്ടേ നീ നാട്ടുകാരെ പിഴിഞ്ഞാ മതി, എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ വരും. എന്താണ് പറഞ്ഞത്? ചേട്ടാ അതിനല്ലെന്ന്. ചേട്ടനെ പിഴിയാനല്ല, ചേട്ടനെ രക്ഷിക്കാൻ. അത്രയും നല്ലൊരു ബന്ധമാണ് എന്റെ കയ്യിൽ ഒത്തുവന്നിരിക്കുന്നത്. ഇത് ചേട്ടന് മാത്രം പറ്റിയൊരു ബന്ധമാണ്. എന്ത് ബന്ധം? നീയൊന്ന് പോയിക്കടാ. ഞാനേ കല്യാണ ചെറുക്കൻ. ഇവിടെ നേരം വെളുത്തായി കിട്ടണ വരെ തള്ളി നീക്കാൻ പെടുന്ന പാടെന്താണെന്ന് എനിക്കറിയാം. അതിന്റെ ഇടക്കാണ് ഒരു പെണ്ണ്. അല്ലെങ്കിൽ തന്നെ എന്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് ആര് പെണ്ണ് തരാനടാ? ചേട്ടൻ ഈ സ്വഭാവം എന്ന് ഉദ്ദേശിച്ചതേ ഈ തല്ലും ഇടിയും പോലീസ് കേസും പുകവലിയും മദ്യപാനം ഒക്കെ അല്ലേ? എന്റെ ചേട്ടാ ആണുങ്ങളായാലും ഇതൊക്കെ പറഞ്ഞിട്ടില്ലല്ലേ? ആണല്ലേ? അല്ലെങ്കിലും ഇതുപോലെ അത്യാവശ്യം കയ്യിലിരിപ്പൊക്കെ ഉള്ള ഒരു പയ്യനെ തന്നെയാ ഈ പെണ്ണിന് ആവശ്യവും. എന്താടാ, പെണ്ണുമല്ല ടെററിസ്റ്റാണ്? ടെററിസ്റ്റാ? തങ്കക്കൂടെന്നോണം വിളിക്കാൻ. ചേട്ടനൊക്കെ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും ഉണ്ടാവൂല, അറിയാമോ? പിന്നെന്തിനാടാ അവര് എന്നെ പോലത്തെ ചെറുക്കനെ വേണമെന്ന് വാശി പിടിക്കുന്നത്? ആർക്ക് വാശി? അവർക്ക്. ചേട്ടനെ പോലത്തെ ഒരു പയ്യൻ വേണമെന്ന്. വാശി അവർക്കല്ല, എനിക്കാ. അവർക്കിട്ടൊരു പണി കൊടുക്കാൻ എനിക്ക് ചേട്ടനെ പോലത്തെ ഒരാളെയാണ് ആവശ്യം. അത് ശരി. അപ്പോ ഏതോ ഇടങ്ങേറായിട്ടുള്ള ഏർപ്പാടായിട്ടാണ് നിന്റെ വരവല്ലേ? നിന്റെ വട്ടം ചുറ്റൽ കണ്ടപ്പോഴേ മനസ്സിലായി ഇതെന്തോ കുഴപ്പം പിടിച്ച പരിപാടിയാണെന്ന്. അതെ, അതിന് ചേട്ടന് നഷ്ടമൊന്നുമില്ലല്ലോ, ലാഭമല്ലേ ഉള്ളൂ. തങ്കം പോലൊരു പെണ്ണ്, തന്തയുടെ കയ്യിലാണെങ്കിൽ അത്യാവശ്യത്തിന് ഭൂമി. എങ്ങനെ നോക്കിയാലും ചേട്ടൻ ഈ കച്ചവടത്തിൽ ലാഭത്തിന്റെ കണക്ക് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് 2ന്റെ അന്ന് അവര് തരുന്ന പൊന്നും പണമൊക്കെ അടിച്ചു മാറ്റി ചേട്ടൻ ഇവിടെ നിന്ന് നാട് വിട്ടാലും എനിക്കതിൽ വലിയ പരാതിയോ വരുവൊന്നുമില്ല. എടാ, അപ്പൊ എന്നെ പോലീസ് പൊക്കിയാല? എന്റെ ചേട്ടാ, പെണ്ണിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഒഴിവാക്കിയാണെന്ന് പറഞ്ഞ് നമ്മൾ തടിയൂരിയേക്കണം. വണ്ടി ചേട്ടൻ ഇത്രയ്ക്ക് ആലോചിക്കാനൊന്നുമില്ല. ചേട്ടനൊന്ന് മൂളി തന്നാ മതി. എന്ത് തരികട കാണിച്ചിട്ടാണെങ്കിലും ഈ കല്യാണം നടത്തുന്ന കാര്യം ഈ ബേബി ഏറ്റി. എന്തു പറയുന്നു? അത്രേ ഉള്ളൂ. തനിക്കു ശേഷം എന്തു സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ബോഷൻ അതിഭാഷണം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 14-ാം വാക്യം. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ ബേബി? ഇനിയിപ്പോ ചെറുക്കനും പെണ്ണും തമ്മിലൊന്ന് കാണട്ടെ. ശരി, അപ്പൊ നീ പറഞ്ഞതുപോലെ വരുന്ന ഞായറാഴ്ച സമയം നീ ചെറുക്കനുമായിട്ട് സംസാരിച്ചിട്ട് അറിയിച്ചാ മതി. എങ്കിൽ ശരി. മോളെ റാണി. എന്താ പച്ച? എന്താ വിളിച്ചേ? നമ്മുടെ ബേബി ഇപ്പൊ വിളിച്ചിരുന്നു. ഏത് ബേബി? ആ മാരേജ് ബ്യൂറോ നടത്തുന്ന ബേബി. ഞാൻ അവനോട് മോൾക്ക് പറ്റുന്ന ഒരു ആലോചന കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു.
ഇപ്പൊ അവൻ വിളിച്ചിട്ട് പറഞ്ഞു ഞായറാഴ്ച മോളെ കാണാൻ ഒരു പയ്യനെയും കൂട്ടി വരാമെന്ന്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ അതൊന്നും മോളെ ആലോചിക്കണ്ട. എല്ലാം ഭംഗിയായി നടത്താനുള്ള വഴി അപ്പച്ചൻ കണ്ടിട്ടുണ്ട്. എന്നാലും എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അപ്പച്ച. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്നാ? ഇതൊക്കെ നടത്തേണ്ട സമയത്ത് നടത്തണം. എന്തായാലും ഞായറാഴ്ച പയ്യമെന്ന് മോളെന്ന് കാണട്ടെ. എല്ലാം കൊണ്ട് ഒത്തുവരികയാണെങ്കിൽ നമുക്കിതങ്ങ് നടത്താം. എല്ലാ അപ്പച്ചന്റെ ഇഷ്ടം പോലെ. പിന്നെ പയ്യന് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ലെന്നാ ബേബി പറഞ്ഞ്. ഒറ്റ മോന. അപ്പനും അമ്മയൊക്കെ നേരത്തെ മരിച്ചുപോയി. പക്ഷെ നല്ല സ്വഭാവ. വലിയോ കുടിയോ യാതൊരു ദുശീലമില്ല. എന്റെ മോളെ പൊന്നുപോലെ നോക്കും. ഇത് നടന്ന മോളുടെ ഭാഗ്യ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനും ബേബിയും തമ്മിൽ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ആ ക്ലീറ്റസ് വന്നു എന്നുള്ളതാണ്. അതേ മോളെ, ആ ബിനുവിന്റെ അപ്പൻ. പക്ഷേ ക്ലീറ്റസിന് നമ്മുടെ ആ ദേഷ്യമൊന്നുമില്ലെന്നാ തോന്നുന്നത്. അപ്പച്ചൻ എന്തിനാ ഈ വിവരമൊക്കെ അവരോട് പറയാൻ പോയത്? അത്രയും മോശമായിട്ടാ ആ വിനു അന്ന് എന്നോട് പെരുമാറിയത്. സഹി കേട്ടിട്ടല്ലേ നമ്മൾ കേസ് കൊടുത്തത്? അതിന്റെ ദേഷ്യമൊന്നും അവ എന്നോട് കാണിച്ചില്ല. കാണിച്ചില്ല. സ്വന്തം മകൻ ചെയ്തത് മറച്ചുവെച്ച് എന്നെ കുറ്റപ്പെടുത്തുകയും മകനെ ന്യായീകരിക്കുകയും ചെയ്ത ആളല്ലേ. പിന്നെ ആ എസ് ഐ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മാത്രമാ അവന് ആ ബിനുവിന് വാണിംഗ് കൊടുത്തു വിടുകയും നമ്മളോട് മാപ്പ് പറയുകയും ചെയ്യിപ്പിച്ചത്. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട. ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 1 വാക്യം. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. അവന്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അവന്റെ മോള് കാരണ നമ്മുടെ മോനിപ്പോ ഇങ്ങനെയായത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ ഏട്ടാ കാര്യം? ആ വിഷയത്തിൽ തെറ്റുകാരൻ നമ്മുടെ മോനല്ലേ. എടി, ആമ്പിള്ളേരാവുമ്പോ അല്പസ്വല്പം കുസൃതി തരങ്ങളൊക്കെ ഉണ്ടാവും. അവന്റെ മോളോട് നമ്മുടെ മോൻ എന്തോ തമാശ പറഞ്ഞു എന്ന് കരുതി അതിന് ഉടനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ ചെയ്യേണ്ടത്? ആ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ അമേരിക്കയിലുള്ള ജോലി നഷ്ടപ്പെട്ട് അവനിപ്പോ ബാംഗ്ലൂരിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. പെൺകുട്ടികളെ കാണുമ്പോ എന്തെങ്കിലും പറയുന്നതും കളിയാക്കുന്നതും ഒക്കെ വേണമെങ്കിൽ തമാശയായിട്ടെടുക്കാം. പക്ഷേ അവരെ വഴി തടഞ്ഞു നിർത്തി ചീത്ത വിളിക്കുന്നതും അവരുടെ കയ്യെ കയറി പിടിക്കുന്നതും ഒക്കെ എങ്ങനെയാ ചേട്ടാ തമാശ ആകുന്നത്? ആ പ്രശ്നത്തിന്റെ പേരിൽ അവരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ മോൻ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിച്ചാ പോരെ? അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ അവന്റെ അപ്പനായ എനിക്കറിയാം. പക്ഷേ ഞാൻ ആ ലോറൻസിനോടും മകളോടും പ്രതികാരം ചെയ്യാതിരിക്കുകയില്ല. എന്റെ കുടുംബത്തെ നാണം കെടുത്തിയതിന്റെ 10 ഇരട്ടി അവന്റെ കുടുംബത്തെ ഞാൻ നാണം കെടുത്തും. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാനല്ല ചേട്ടാ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കാനും പൊറുക്കാനുമാ. അങ്ങനെ ക്ഷമിക്കാനും പൊറുക്കാനും ഈ ക്ലീറ്റസിനെ കിട്ടില്ല. നീ കണ്ടോ, നമ്മുടെ മോന്റെ ജീവിതം നശിക്കാൻ കാരണക്കാരിയായ അവളെയും അവളുടെ തന്ത ലോറൻസിനെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അവന്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും. തീരാ കണ്ണീരിലായിരിക്കും ഇനി ആ പെണ്ണിന്റെ ജീവിതം. അത് കണ്ട് അവന്റെ ചങ്ക് പടയുന്നത് എനിക്കൊന്ന് കാണണം. എന്നാലേ എനിക്ക് അവനോടുള്ള കലി അടങ്ങൂ. എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോട് പ്രവർത്തിക്കും, അവൻ ചെയ്തതിന് പകരം ചെയ്യും എന്ന് നീ പറയരുത്. സുഭാഷിതങ്ങൾ 24 അധ്യായം 29 വാക്യം. സത്യം പറയാനോ, ഇത് പറഞ്ഞ പള്ളിയിൽ പോവുകയോ കുർബാന കാണുകയോ ഇതൊന്നും എന്റെ ജീവിതത്തിലില്ലായിരുന്നു. എല്ലാത്തിനും കാരണം നീയാണ്. ഒന്ന് പോ ചേട്ടാ. എടാ ബേബി, വാടാ. എവിടെ പോയിക്കടാ? എടാ ബേബി, നീ ഇതെവിടെടാ? നിന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമല്ല. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ചേട്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? ഓ, സുഖായിരിക്കുന്നു ബേബി. എങ്കിൽ പിന്നെ മോളങ്ങ് നടന്നു. മോളാ? ഞാൻ റാണിനെ അങ്ങനെ വിളിക്കണ. എന്താ ചേട്ടാ കാര്യങ്ങളൊക്കെ?
എന്ത് കാര്യങ്ങള്? അല്ല ഇതിപ്പോ ലക്ഷണം കണ്ടിട്ട് ഈ അടുത്തെങ്ങും തല്ലിപ്പിരിയെന്ന് തോന്നണല്ലോ. തല്ലിപ്പിരിയാനോ? ആര്? മനസ്സിലായില്ല. എന്റെ ചേട്ടാ, കല്യാണത്തിന് മുമ്പ് അതായിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പണ്ടോ പണോ ഒക്കെ അടിച്ചു മാറ്റി. ഓർക്കണല്ലേ? എടാ, നീ ഇതിപ്പോ പറഞ്ഞത് പറഞ്ഞു. ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. ഈ ചേട്ടന്റെ ഒരു തമാശ. ചേട്ടൻ കാര്യം പറഞ്ഞു. തമാശയൊന്നുമല്ല, കാര്യത്തിൽ തന്നെ പറഞ്ഞത്. ചേട്ടൻ എന്തായി പറയണത്? അപ്പൊ എന്നോട് പറഞ്ഞ വാക്കോ? അത് നീ അങ്ങ് മറന്നുകളാ. എടാ ബേബി, അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്ക. നല്ല മാലാക പോലത്തെ ഒരു പെണ്ണ്, സ്വന്തം മകനെ പോലെ കരുതുന്ന ഒരു അപ്പച്ചൻ, കൂടാതെ അത്യാവശ്യം മാന്യമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടുമൊക്കെ ദൈവം എന്റെ കയ്യിൽ വെച്ച് തരുമ്പോ അതൊക്കെ വേണ്ടാന്ന് വെച്ച് പഴയ പോലെ തലതെറിച്ച രീതിയിൽ ഞാൻ പോകുന്നത് വെറും മണ്ടത്തരമല്ലടാ. അപ്പൊ ഒന്നുമില്ല. റാണിയുമായി എനിക്കിനി പിരിയാൻ കഴിയില്ല, അത്ര തന്നെ. അല്ല, അങ്ങനെ പറഞ്ഞ ഞാനിപ്പോ അവരോട് എന്ത് പറയും? ആരോട്? അല്ല, ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും ചോദിക്കായിരുന്നു. ഇതേ ശരിയാവൂ. ചേട്ടാ, ചേട്ടൻ വെറുതെ മണ്ടത്തരം കാണിക്കല്ലേ. ദേ, ഈ കല്യാണം നടത്തിയെടുക്കാൻ ചേട്ടനെ കുറിച്ച് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഞാൻ അവരോട് പറഞ്ഞേക്കണെന്ന് എനിക്ക് മാത്രം അറിയാൻ പാടുള്ളൂ. അതൊക്കെ അവരറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ചേട്ടനൊന്ന് ആലോചിച്ചു നോക്കും. ചേട്ടനെ പറഞ്ഞ അവരെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ട് ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറയാ, ഉള്ള നേരത്തെ ഈ പെണ്ണിന്റെ പണ്ടവും പണവും ഒക്കെ അടിച്ചു മാറ്റി ചേട്ടൻ അവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. എടാ, എന്നെ കുറിച്ചുള്ള കഥകളൊക്കെ നീയായിട്ട് പറഞ്ഞോ മറ്റേതെങ്കിലും വിധത്തിലോ അവരറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ആദ്യത്തെ ദിവസം തന്നെ എന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ അവരോട് തുറന്നു പറഞ്ഞു. അതേടാ, നീ ഇങ്ങോട്ട് നോക്കേ. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോ തികച്ചും പുതിയൊരു മനുഷ്യനാകണമല്ലോ. എന്റെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആ അപ്പച്ചനും മകൾക്കും എന്നോടുള്ള സ്നേഹം ഇരട്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളവരെ ഞാനായിട്ട് ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. ഒരു നല്ല ഭർത്താവായി, നല്ല മകനായി ഇനി എന്നും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ തല്ലുപിടുത്തമൊക്കെ അവസാനിപ്പിച്ച് എങ്ങനെ ഒന്ന് നന്നായിട്ട് ജീവിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാ നീ ഈ ആലോചനയായിട്ട് വന്നത്. നന്നാകാൻ എനിക്കൊരു വഴി കാണിച്ചു തന്നതിന് നിന്നോട് എനിക്ക് എന്നും തീർത്താ തീരാത്ത നന്ദിയുണ്ടാ. എന്നാലും ഇതൊരു മാതിരി എന്റെ ചേട്ടാ. ഇനിയെങ്കിലും ഈ തരികിട പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. നന്നായിട്ട് ജീവിക്കുന്ന രണ്ടുപേരെ തമ്മിൽ അകറ്റുകയല്ല, ദൈവം ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചവരെ തമ്മിൽ യോജിപ്പിക്കുകയാണ് നിന്റെ ജോലി. അത് നീ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേടാ, സംസാരിച്ച് ഇന്ന് നേരം പോയത് അറിഞ്ഞില്ല. ആ വാഴക്കും ചീരക്കൊക്കെ വെള്ളം നനക്കേണ്ടതാ. വാഴയും ചീര എവിടാ? എടാ, അവരുടെ വീടിന്റെ പുറകില് അവിടെ തരിശായിട്ട് കുറച്ച് സ്ഥലം കിടന്നിരുന്നല്ലോ. അത് ഞാനും റാണിയുടെ അപ്പച്ചനും കൂടി കിളച്ചു മറിച്ച് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാക്കി മാറ്റി. എടാ, അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ ഒരു സുഖം അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവൂടാ. ഞാൻ പറ്റടാ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിന്റേതത്രേ. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 1-ാം വാക്യം. അതെ, ഞാനിവിടെ അത്യാവശ്യമായിട്ട് നമ്മുടെ മാനുവലായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നാ. പിന്നെ ഞാൻ ചേട്ടനെ അങ്ങോട്ട് ഒന്ന് കാണണം വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ ദേ കൃത്യമായിട്ട് ചേട്ടൻ എന്റെ മുമ്പില്. ഇതാണ് പറഞ്ഞ തേടിയ വള്ളി കാലി ചുറ്റിയത്. പിന്നെ ചേട്ടാ, ഒന്നും പറയണ്ട ചേട്ടാ, നമ്മളുടെ പദ്ധതികൾ ആകെ തകിടം പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ല. അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആളൊന്നുമല്ല. ചതിയനാണ്, ചതിയൻ. എന്റെ ചേട്ടാ, അയാളെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കണക്കാവുമ്പോ അയാൾ നമ്മളോട് എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളെ പറഞ്ഞിരുന്നു. ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ പറ്റിച്ച് നാട് വിട്ടോളെന്ന് പറഞ്ഞിട്ടേ ഇന്നലെ വഴി വെച്ച് കണ്ട പെണ്ണോട് പറഞ്ഞെന്താണെന്നറിയോ? അയാൾക്ക് ഞാൻ പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റൂലെന്ന്.
അയാൾ ഇനിയുള്ള കാലം അമ്മായപ്പന്റെ പറമ്പിൽ കൃഷി നോക്കി ജീവിക്കാൻ പോണെന്ന്. ഇത് കേട്ടപ്പോ എന്റെ കൈ ധരിച്ചു വന്നാ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ സ്റ്റാൻഡേർഡിന് ഇയാളോടൊക്കെ വഴി കിടന്ന് കച്ചറുണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് തന്നെയല്ലേ അതിന്റെ കുറച്ചില്. അല്ല എന്ന് വിചാരിച്ച് ചേട്ടൻ വിഷമിക്കണ്ട, അയാൾക്കിട്ടൊരു പണി കൊടുക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ എന്റെ ബേബി, ചെയ്തു പോയ തെറ്റുകളൊന്നും ആവർത്തിക്കാൻ ഞാനില്ല. ഞാൻ ചെയ്തതും നിന്നെ കൊണ്ട് ചെയ്യിച്ചതുമായ തെറ്റുകൾ ഇത്ര വലുതാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. നിനക്കറിയോ, എന്റെ മോനിപ്പോ ഹോസ്പിറ്റലാ. അവൻ ബാംഗ്ലൂരിന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോ ആ ഓട്ടോ മറിഞ്ഞ് ആക്സിഡന്റായി. എന്റെ മോനിപ്പോ ഐസിയുലാണ്. ആ ഓട്ടോക്കാരന് ഒരു പോറല് പോലെ വെക്കാതെ അവൻ രക്ഷപ്പെട്ടു. ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ടാണ് ഞാനിനെ കാണുന്നത്. എന്റെ മനസ്സിലിപ്പോ പകയും പ്രതികാരം ഒന്നുമില്ല ബേബി. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്റെ മോന്റെ ജീവൻ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണേ എന്നുള്ള പ്രാർത്ഥന. ചേട്ടാ പോട്ടെ ബേബി. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 37 അധ്യായം 27-15 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.